ഡോക്ടർ തഹാവൂർ റാണ ഇപ്പോൾ NIA കസ്റ്റഡിയിലാണ്. 18 ദിവസം അദ്ദേഹം കസ്റ്റഡിയിലുണ്ട്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തപ്പം അദ്ദേഹം അതിനോട് സഹകരിക്കാതെ കുറേ നേരം നിന്നിരുന്നു. എങ്കിലും അജിത് ഡോവലെ എന്ന ബുദ്ധിരാക്ഷസനെ നമുക്കറിയാം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേറ്റർ തന്നെ അദ്ദേഹം തന്നെ. കേരള കേഡറിലുള്ള ആളാണ്. പക്ഷേ NIA ഹെഡാണ്. ഇന്ത്യയിലെ തീവ്രവാദ സംഘടനകളും തീവ്രവാദികളും പലരും ഇന്ത്യയിലുള്ള ആൾക്കാരെ ഉപയോഗിച്ച് രാജ്യത്ത് പല സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്തിയെന്ന് നമുക്കറിയാം. തുടക്കത്തിൽ ഗുജറാത്തിലെ സ്ഫോടനം ഉണ്ടായി. അവിടുത്തെ ഒരു ആഭ്യന്തരമന്ത്രിയെ ഹരേ പാണ്ഡ്യയെ കൊലപ്പെടുത്തി. 1993 ബോംബെയിലെ സ്ഫോടനം നമുക്കറിയാം. ആയിരക്കണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റു. 957 പേര് അവിടെ കൊല്ലപ്പെട്ടു. അതിനുശേഷം ബോംബെയിലെ 2008 അതിഭീകരമായ ഒരു ഭീകരാക്രമണം അവിടെ നടന്നു. അവിടെ 3 ദിവസം ഇന്ത്യയെ മുൻനിരയിൽ നിർത്തിയ സംഭവമൊക്കെ നമുക്കറിയാം. ഇപ്പോഴ് വരുന്ന ചില വാർത്തകൾ 2008 ബോംബെ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അമേരിക്കയിൽ ഇപ്പോൾ കസ്റ്റഡി കിടക്കുന്ന ഹെഡ്ലിയും അതുപോലെ തന്നെ അമേരിക്കൻ കസ്റ്റഡിയിലായിരുന്ന റാണയും അവരുടെ ബുദ്ധി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് വരുന്നത്. അത് തന്നെയല്ല, 2010 കാലഘട്ടത്തിൽ 2009 ഇവർക്ക് രണ്ടുപേർക്കും എതിരായി NIA ഒരു കേസ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൻ്റെ അന്വേഷണമായിട്ടാണ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ ചില കാര്യങ്ങൾ കണ്ടെത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം തഹാവൂർ റാണയെ 16 വർഷത്തെ നിരന്തരമായ നിയമ പോരാട്ടത്തിന് ശേഷം അമേരിക്കയിൽ നിന്ന് നമുക്ക് വിട്ടുകിട്ടി. 2009 അമേരിക്കയിലെ ഫെഡറൽ അവിടുത്തെ FBI റാണയെയും ഹെഡ്ലിയെയും അറസ്റ്റ് ചെയ്തു. അതിൻ്റെ കാരണം ഡാനിഷ് ദിനപത്രത്തിനെതിരെ സ്ഫോടനം നടത്തിയതിന്, അതിന് ഗൂഢാലോചന നടത്തിയതും സ്ഫോടനം നടത്തിയതുമൊക്കെ അവിടെ ഹെഡ്ലി ആയിരുന്നു. ഹെഡ്ലിയുടെ അറസ്റ്റോട് കൂടി തന്നെ ഷിക്കാഗോയിലുള്ള റാണയുടെ അറസ്റ്റ് എഫക്റ്റിലായി. 2009 മുതൽ ഇവർ രണ്ടുപേരും അമേരിക്കയിലെ ജയിലിൽ കിടക്കുന്നവരാണ്. ഈ രണ്ടുപേരും രണ്ടുപേരുടെ ഒറിജിൻ പാകിസ്ഥാനാണ്. ഹെഡ്ലിയുടെയും അതുപോലെ തന്നെ റാണയുടെയും അവർ പാകിസ്ഥാനിൽ ജനിച്ചു വളർന്നവരാണ്. അവർ രണ്ടുപേരും അവിടുത്തെ ആർമി കോളേജിൽ പഠിച്ചവരാണ്. ബാല്യകാല സുഹൃത്തുക്കളാണ് രണ്ടുപേരും. അതിനുശേഷം അവിടുത്തെ മെഡിക്കൽ കോറിൽ ഡോക്ടർ തഹാവൂർ റാണ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതേസമയത്ത് അവിടുത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുമൊക്കെ ആയിട്ട് കൂടുതൽ അടുപ്പം കാണിച്ചു ഹെഡ്ലി. അതിനുശേഷം ഹെഡ്ലി ലഷ്കർ-ഇ-തോയ്ബയുടെ ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ക്യാമ്പിലേക്ക് പോയി. അവിടെ തീവ്രവാദ പരിശീലനം നടത്തി. അതിനുശേഷം കുറച്ച് നാൾ മെഡിക്കൽ കോറിൽ ജോലി ചെയ്ത ശേഷം റാണ കാനഡയ്ക്ക് പോയി മൈഗ്രേറ്റ് ചെയ്തു. കാനഡയിൽ നിന്ന് അവസാനം ഷിക്കാഗോയിലെത്തി. ഷിക്കാഗോയിൽ അദ്ദേഹം ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കൊടുക്കുന്നൊരു ഓഫീസ് തുടങ്ങി. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഓഫീസ് തുടങ്ങി. അങ്ങനെ പേരും മാറ്റി അദ്ദേഹം ഷിക്കാഗോയിലെ ജീവിതം തുടങ്ങി. ഈ സമയത്ത് ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ അക്രമം സംഘടിപ്പിക്കുന്നതിനെപ്പറ്റി ലഷ്കർ-ഇ-തോയ്ബ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിനടുത്ത് പറഞ്ഞ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അവർ ഇമിഗ്രേഷൻ്റെ ഓഫീസുകൾ തുടങ്ങണം. അതിന് ചുമതലപ്പെടുത്തിയത് ഹെഡ്ലിയാണ്. ഹെഡ്ലി പരിശീലനം കിട്ടിയ ആളാണ്. അയാൾ അക്രമത്തിന് തന്നെ തുനിഞ്ഞ മനസ്സുള്ള ആളാണ്. അയാൾ അമേരിക്കയിലെത്തിയെങ്കിലും കാനഡയിൽ നിന്ന് അമേരിക്കയിൽ ഷിക്കാഗോയിലെത്തിയ ആ ബാല്യകാല സുഹൃത്തുക്കൾ രണ്ടുപേരും
പരസ്പരം അന്നു മുതലേ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം ലഷ്കർ ഇ തോയ്ബ ഹെഡ്ലിയെ ഇന്ത്യയിലെ ഇമിഗ്രേഷൻ്റെ ഓഫീസ് തുടങ്ങണം, ആ കൂടെ ടെററിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള നിഗമനത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഹെഡ്ലിയെ ഏൽപ്പിച്ചു. ട്രെയിനിങ് കഴിഞ്ഞ് ടെററിസ്റ്റ് ട്രെയിനിങ് കഴിഞ്ഞ ആളാണ് ഹെഡ്ലി. ഇക്കാര്യം റാണയുമായിട്ട് ബന്ധപ്പെട്ടു. റാണ വേണ്ട സഹായം ചെയ്തു കൊടുക്കാം, ഇത് തീവ്രവാദത്തിനാണ്, ഇന്ത്യയിൽ അക്രമം അഴിച്ചുവിടാൻ തന്നെയാണ് എന്ന് റാണയ്ക്ക് അറിയാം. അപ്പം കാരണം ഇയാൾ ഡാനിഷിൻ്റെ സ്ഫോടനത്തിൽ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ അമേരിക്കയ്ക്ക് സംശയം ഉണ്ടായിരുന്നു. ഡാനിഷിലെ ഒരു സ്ഫോടനം, ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാനിലെ സ്കൂളിൽ സതീർത്ഥത്തിലായിരുന്നു ഇവരുടെ ആത്മബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഇമിഗ്രേഷൻ്റെ ആവശ്യം വന്നപ്പം ഹെഡ്ലി റാണയായിട്ട് ബന്ധപ്പെട്ടു. ഷിക്കാഗോയിലെത്തി. രണ്ടുപേരും അമേരിക്കയെ ചേക്കേറിയവരാണ്. ആ ചിക്കാഗോയിൽ നിന്ന് അയാൾ ഇന്ത്യയിൽ എവിടേക്കാണ് ഓഫീസ് തുടങ്ങേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഇന്ത്യയിലെത്തി. രണ്ടുപേരും ഇന്ത്യയിൽ വന്നു. ആ വരവിലാണ് റാണ കൊച്ചിയിലെ താജ് ഹോട്ടലിൽ വന്ന് താമസിച്ചു, ബോംബെയിൽ താമസിച്ചു, ഡൽഹിയിൽ പോയി, യു പിയിൽ പോയി, ആഗ്രയിൽ പോയി. റാണ ഇവിടങ്ങളിലൊക്കെ പോയി. അതിന് തീർച്ചയായിട്ടും ഹെഡ്ലിയുടെ സഹായം ഉണ്ടാവും. ഹെഡ്ലിക്ക് 2011 14 വർഷത്തെ ശിക്ഷയിലാണ് അവിടെ കിടക്കുന്നത്. അത് 2011 ആ കേസിനകത്താണ്. 14 വർഷമെന്ന് പറയുന്നു. എങ്കിലും അമേരിക്ക വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ പതുക്കെ ഇവിടുത്തെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് ഹെഡ്ലിയെ ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളിവിടുത്തെ അഡ്വക്കേറ്റ്സ് അമേരിക്കയിലെ എല്ലാ കോടതികളിലും, അവിടുത്തെ സുപ്രീം കോടതിയിൽ വരെ പോയി ഇന്ത്യയുടെ വാദമുഖങ്ങളൊക്കെ നിരത്തി കഴിഞ്ഞപ്പം അത് അമേരിക്ക വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള വാദഗതി ഉപയോഗിച്ച് കുറച്ച് നാൾ പിടിച്ചു നിന്നെങ്കിലും ആ റാണയ്ക്ക് അവിടെ അപേക്ഷ അമേരിക്ക തള്ളി. റാണ ചെയ്ത പ്രവൃത്തികളെപ്പറ്റി നമ്മുടെ അഡ്വക്കേറ്റ്സ് അവിടെ കോടതിയിൽ പ്രസൻറ്റ് ചെയ്തു. NIAയുടെ ബുദ്ധിരാക്ഷസനായ നമ്മുടെ തന്നെ ഓഫീസേഴ്സ് അവിടെ എത്തി. ഏതായാലും നമ്മുടെ വാദഗതികളൊക്കെ അമേരിക്കൻ ഫെഡറൽ കോടതി അംഗീകരിച്ചു. അയാളുടെ വാദഗതികളൊന്നും റാണയുടെ അംഗീകരിച്ചില്ല. അങ്ങനെയാണ് നമുക്ക് വിട്ടുകിട്ടിയത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഞാൻ ഇതെ സംബന്ധിച്ചൊക്കെ ചാനലിലും യൂട്യൂബിലൊക്കെ പറഞ്ഞ 2010 അന്ന് ബോംബെയിലെ ദാവൂദ് ഇബ്രാഹിമുമായിട്ട് ഹംസക്കൊല കേസ് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അത് കാഞ്ഞങ്ങാടായിരുന്നു. അതിന് ബോംബെ പോയി, പൂനെ പോയി, എൻ്റെ മേലുദ്യോഗസ്ഥരൊക്കെ ഞങ്ങൾ കുറേ നാൾ അതിൻ്റെ പുറകെ നടന്നു. ഇന്ത്യയിൽ നിന്ന് അന്ന് വാണ്ടഡായ ദാവൂദ് ഇബ്രാഹിം രക്ഷപ്പെട്ടു. അയാൾ ദുബായിലും അതുപോലെ തന്നെ UAEയുടെ ചില ഭാഗത്തും അതുപോലെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒളിവിക്കഴിഞ്ഞു. ഇന്ത്യയിൽ അന്ന് മുതൽ ദാവൂദ് ഇബ്രാഹിം വാണ്ടഡാണ്. 1993 ബോംബെ സ്ഫോടനത്തിന് ശേഷം മുങ്ങിയതാണ്. ഇവിടെ അംസെ വന്ന് കാഞ്ഞങ്ങാട് വെച്ച് വെടിവെച്ച് കൊന്ന ബോംബെ അണ്ടർവേൾഡ് വെടിവെച്ച് കൊന്നൊരു കേസാണ് ഞാൻ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ സ്ക്വാഡിൽ ഇരുന്നപ്പോൾ അന്വേഷിച്ചത്. അതുകൊണ്ടാണ് അതേപ്പറ്റി കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ കാരണം ബോംബെ സ്ഫോടനം തന്നെയാണ്. അതിന് ഫൈനാൻസ് ചെയ്തതും ഒക്കെ ദാവൂദ് ഇബ്രാഹിം തന്നെ. പക്ഷേ ഇപ്പോഴും വരുന്ന വാർത്തകൾ ദാവൂദ് ഇബ്രാഹിമുമായിട്ട് റാണയ്ക്കും ഹെഡ്ലിക്കും ബന്ധമുണ്ട് എന്നാണ് വരുന്നത്. കാരണം അവിടെ ചോട്ടാ രാജൻ എന്ന് പറഞ്ഞ ഒരാൾ ആ ദാവൂദ് ഇബ്രാഹിമിന് എതിരായിട്ട് അവിടെ വളർന്നു വന്നു. തമിഴ്നാട്ടിലുള്ളൊരു മലയാളിയായിരുന്നു. ബോംബെയുടെ അതേ ലോകത്തിൽ അടുത്ത ചക്രവർത്തിയായിട്ട് വന്നത്. അതൊക്കെ വളരെ അന്നത്തെ കാലത്ത് ഇന്നും സജീവമായി നിലനിൽക്കുന്ന ചരിത്രങ്ങളാണ്. പക്ഷേ ഒളിവിപ്പോയ ദാവൂദ് ഇബ്രാഹിം ദുബായിലായിരുന്നു. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് സ്വർണ്ണക്കടത്ത് നടത്തുന്നത് അതിൻ്റെ ഹോൾസെയിൽ ഡീലർ ദാവൂദ് ഇബ്രാഹിം തന്നെ. ഇന്ത്യയിലേക്ക് വന്ന സ്വർണ്ണങ്ങൾ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ദാവൂദ് ഇബ്രാഹിമിൻ്റെ കയ്യിൽ തന്നെയാണ്. കാരണം ഇവിടെ ഇപ്പോൾ അയാൾ ഹോൾസെയിലറാണ്. സ്വർണ്ണ ആവശ്യം ഉള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും ഇറാഖും ഇറാനും യൂറോപ്യൻ രാജ്യങ്ങളിൽ അത്ര സ്വർണ്ണം ആരും ഉപയോഗിക്കാറില്ല.
അതുപോലെ ബംഗ്ലാദേശ്, ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ആവശ്യം. ഇപ്പോൾ 71,000 രൂപയിൽ എത്തിക്കഴിഞ്ഞു. സ്വർണത്തിന് തീർച്ചയായിട്ടും ഡിമാൻഡ് കൂടുതലാണ് ഈ രാജ്യങ്ങളിലൊക്കെ. അതിന് 1,00,000 രൂപ ഒരു പവനാകും. അടുത്ത ദിവസം തന്നെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്വർണം ഇന്ത്യയിലേക്ക് ഈ രാജ്യങ്ങളിലൊക്കെ കിടത്തുന്ന ഹോൾസെയിൽ, അവിടുന്ന് പലരും ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ഇറാനും ഇറാഖുകാരും ഒക്കെ അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഷെയർ വാങ്ങിച്ച് ഇന്ത്യയിൽ ഫ്ലൈറ്റിൽ കൂടെ കൊണ്ടുവന്ന് ഇന്നും നിരന്തരം എത്ര പേരെ അറസ്റ്റ് ചെയ്താലും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ അതുപോലെ സ്വർണത്തിന് ആവശ്യമുണ്ട്. കുറേ നാൾ ജയിലിൽ കിടന്ന് കേസ് നടത്തിയാലും അതിനുള്ള ആൾക്കാർ തയ്യാറാകുന്നുണ്ട്. സ്വർണം ഏത് വിധത്തിലും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നല്ലൊരു ശതമാനം സ്വർണത്തിൻ്റെ വിറ്റ വരുന്ന പണം തീവ്രവാദ പ്രവർത്തനം അതുമായിട്ട് ബന്ധപ്പെട്ടവരെ ഒക്കെ ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു ലിങ്ക് നമ്മുടെ ബോംബെയിലെ 2008 ആ തീവ്രവാദ അറ്റാക്കിന് ഉണ്ട്. കാരണം അന്ന് ഇയാൾ പാകിസ്ഥാനിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സംഭവം കാരണം ഒരാളെ കസ്റ്റഡി കിട്ടിയതോടുകൂടി NIA വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. എറണാകുളത്ത് അവിടെ താജ് ഹോട്ടലിൽ താമസിച്ച് താനും ഭാര്യയുമാണ് എന്ന് തുടക്കത്തിലെ ആ കസ്റ്റഡിയിലുള്ള പ്രതി ആയ തഹാവൂർ റാണ പറഞ്ഞെങ്കിലും NIA അത് വിശ്വസിച്ചില്ല. ഇപ്പം മനസ്സിലാക്കുന്നത് കൂടെ താമസിച്ച മലയാളത്തിലുള്ള ഒരു നടിയാണ്. ആ നടി പലരെയും സംശയം തോന്നുന്നുണ്ടെങ്കിലും അവിടെ ഒരു വെടിവെപ്പുണ്ടായ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ സംഭവം ഉണ്ടായിട്ടുണ്ട്. തമിഴിലും മലയാളത്തിലൊക്കെ അഭിനയിച്ച ഒരു സ്ത്രീയുണ്ട്. NIA ആരാണെന്ന് പറയട്ടെ. അങ്ങനെ മലയാള സിനിമയിലും തമിഴ് സിനിമയിലേക്ക് അഭിനയിച്ച് മുഖം കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അവരോടൊപ്പമായിരുന്നു റാണ താജ് ഹോട്ടലിൽ താമസിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ദാവൂദ് ഇബ്രാഹിമായിട്ട് ഒരു ലിങ്കുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്ന സ്വർണ്ണക്കടത്തുമായിട്ട് ഒരു ലിങ്കുണ്ട്. ഇതിന് യഥേഷ്ടം ഇന്ത്യയിൽ പണം ലഭിക്കുന്നതിന് ഇതുപോലുള്ള നമ്മുടെ രാജ്യത്തെ പല സ്റ്റേറ്റുകളിലും ആ സ്ഫോടനം നടക്കാനൊക്കെ ഫണ്ട് വേണം. ഇവിടെയുള്ളവർക്ക് ആ ഫണ്ട് എത്തിച്ചു കൊടുക്കുന്നത് ഈ സ്വർണ്ണക്കടത്തിൽ കൂടെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട പല സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്നത്തെ കാലത്ത് ഫ്ലൈറ്റിലല്ല കൊണ്ടുവരുന്നത്, ഊരിൽ പുറംകടലിൽ കൂടെ വരുന്ന ജാക്കറ്റിൽ സ്വർണം നിക്ഷേപിച്ച് വരുന്ന കേസാണ് ഞാൻ അന്വേഷിച്ചത്. അതിലൊരാളെ കാഞ്ഞങ്ങാട് വെടിവെച്ച് കൊന്നു, ഒരാളെ അയാളെ വെടിവെച്ച് കൊല്ലുമെന്ന് കരുതിയപ്പം 3-4 മാസത്തോളം എൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ നടന്ന ഇന്ത്യയിൽ നിർബാധം നമുക്ക് ഈ ഭീകരപ്രവർത്തനം ഒഴിവാക്കണമെങ്കിൽ NIA ഇപ്പോഴത്തെ പ്രവർത്തനം വളരെ സജീവമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് അതിൻ്റെ റൂട്ട് കോസിൽ എത്തും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അമേരിക്കയിലുള്ള ആ ഹെഡ്ലിയെ അയാളുടെ ഇംപ്രിസ്മെൻറ്റ് കാലാവധി തീരുന്ന മുറയ്ക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ പ്രാരംഭമായിട്ടായിരിക്കണം നമുക്കിപ്പം റാണയെ ലഭിച്ചത്. ഏതായാലും ഇന്ത്യയിലെ ഈ ഭീകരപ്രവർത്തനം ഒരു അറുതി വരുത്താൻ സാധിക്കും, NIAക്ക് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നിരന്തരം 10-16 വർഷമായിട്ട് ഈ 2011 രജിസ്റ്റർ ചെയ്ത NIA രജിസ്റ്റർ ചെയ്ത ആ കേസ് ഏകദേശം ഇപ്പം 15 വർഷമായി. അതിൻ്റെ പിന്നാലെ NIAയും സംഘവും പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അവർക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വ വർദ്ധിപ്പിക്കാനായിട്ട് NIAക്ക് സാധിക്കട്ടെ ഈ കേസിൻ്റെ അന്വേഷണം കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു.